ചെറുപുഴ മത്സ്യ മാർക്കറ്റിൻ്റെയും അനുബന്ധമായുള്ള 8ഓളം ഘടകങ്ങളുടെയും പുനർലേലം മെയ് 23 ശനിയാഴ്ച നടക്കും. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മുൻപ് ലേലം വിളിച്ചപ്പോൾ ലേലത്തുക കുറഞ്ഞതിനാൽ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചതാണ് ശനിയാഴ്ച നടപ്പാക്കുക. മത്സ്യ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വൃത്തിഹീനമായ സ്ഥിതിയുള്ളത് ഇവിടേക്ക് വരുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്നതായി വ്യാപാരികളും പറഞ്ഞു. കച്ചവടം നിർത്തിപ്പോയി, പക്ഷേ ഈ സാധനം മാറ്റുന്നില്ല. ഇപ്പം ഇത് വെള്ളം കെട്ടി കൊതുക് കൊണ്ടിരുന്നു. മഴക്കാലത്ത് വെള്ളം കെട്ടിയിട്ട് കൊതുക് കൊള്ളുന്നില്ലേ, ഭയങ്കര മണമാണ്, ഭയങ്കര നാറ്റമാണ്. ഇത് കാരണം ആളുകൾക്ക് ഭയങ്കര അസൗകര്യമാണ്. ഇത് കാരണം ഭയങ്കര മണം വരുന്നു. പിന്നെ ബാത്റൂം ഒന്നും നോക്കാത്തോണ്ട് വൃത്തിയില്ല. നമുക്ക് ആരും ഇല്ലല്ലോ, നോക്കാനൊന്നുമില്ല. അതിന് നടക്കുമല്ലേ, എന്നൊരു കയറി മൂത്രം വയ്ക്കുന്നു, പോന്നു. വൃത്തിയാക്കിടാനൊന്നും സൗകര്യമില്ല. മാർക്കറ്റിനോടനുബന്ധിച്ചുള്ള ടോയ്ലറ്റ് സംവിധാനം വൃത്തിഹീനമാണെന്നും ആളുകൾ പറഞ്ഞു. മുൻപ് വ്യാപാരികൾ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഷെൽട്ടറുകളിൽ മലിനജലവും ഈയാമ്പാറ്റകളും നിറഞ്ഞാണ് ദുർഗന്ധം വമിക്കുന്നത്. അതേസമയം മത്സ്യമാർക്കറ്റിൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ലേലം ചെയ്തിരുന്നു. അതിൽ ലേലത്തിൽ നിന്നും ഒഴിവായത് മത്സ്യമാർക്കറ്റ് വനിതാ സംവരണം സ്റ്റാൾ 3, മത്സ്യമാർക്കറ്റ് SC/ST വിഭാഗം 4, അതുപോലെ തന്നെ മത്സ്യമാർക്കറ്റ് ഭിന്നശേഷി സംവരണം ഇങ്ങനെയുള്ള ഇതും മത്സ്യമാർക്കറ്റ് ജനറൽ വിഭാഗം ഇവയൊക്കെ ലേലത്തിൽ പങ്കെടുത്തിയ ആൾക്കാരെ ഒഴിവാക്കിയിരുന്നു. അത് ഈ മാസം 23-ാം തീയതി 10 മണിക്ക് വീണ്ടും പുനർലേലം ചെയ്യുകയാണ്. മത്സ്യമാർക്കറ്റ് കൂടാതെ ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയ്ക്ക് ഫീസ് പിരിച്ചെടുക്കുന്നതിനുള്ള ലേലം, അതുപോലെ തന്നെ പുളിങ്ങോ FHCയിലെ കോമ്പൗണ്ടിലെ തെങ്ങുകളിൽ നിന്നും ആദായം ശേഖരിക്കുന്നത്, വിളക്കുപൊട്ടത്തെ റബ്ബർ മരത്തിൽ നിന്നുള്ള ആദായം ശേഖരിക്കൽ, ഇവയൊക്കെ പിന്നെ പുനർലേലത്തിന് വെച്ചിരിക്കുകയാണ്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.